ദൈവത്തിന് സ്തുതി. വന്യ വികാരിയച്ഛൻ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വളരെ അനുഗ്രഹീതമായ ഈ ദിവസം ഈ ഇടവകയെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഈ പള്ളിയിലേക്ക് വന്ന് സന്തോഷത്തോടു കൂടിയായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ഞാനും വളരെ സന്തോഷത്തോടെയാണ് ഈ പള്ളിയുടെ ക്യാമ്പസിലേക്ക് കയറിയത്. ആകെ ഒരു ദൈവാത്മാവിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. ഈ ദേവാലയം കണ്ടപ്പോൾ ശലോമോൻ രാജാവിനെ ഞാൻ ഓർത്തു പോവുകയാണ്. ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായത്തിൽ ശലോമോൻ രാജാവ് ഒരു ദേവാലയം പണിതു. തൻ്റെ പിതാക്കന്മാർക്ക് പണിയാൻ പറ്റാത്തതായ മനോഹരമായ ദേവാലയം പണിയുവാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശിഷ്ടമായിരിക്കുന്ന പല വസ്തുക്കളെയും കൊണ്ടുവന്ന ലെബാനോനിലെ ദേവദാരുക്കളും അങ്ങനെ പലവിധമായിരിക്കുന്നതായ സുഗന്ധം പുലർത്തുന്നതായ മരങ്ങളും എല്ലാം വെച്ച് ശ്രേഷ്ഠമായ കല്ലുകളും വെച്ച് പണിത ദേവാലയം. ആ ദേവാലയത്തിന്റെ കൂദാശ നടത്തിയത് രാജാവ് തന്നെയാണ്. കൂദാശയല്ല, അത് സമർപ്പണം, ഡെഡിക്കേഷൻ. അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ശലോമോൻ രാജാവ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ പിതാവായ ദാവീദിന് ചെയ്യാൻ പറ്റാത്തതായ അനുഗ്രഹം നീ എനിക്ക് നൽകി. അതിമനോഹരമായിരിക്കുന്നതായി ഈ ദേവാലയം നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു അധ്യായം മുഴുവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടുള്ളതായ അതിമനോഹരമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. മേഘം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ജനം കണ്ടു പേടിച്ചുപോയി. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, ദയ എന്നേക്കുമുള്ളത് എന്നുള്ള കീർത്തനം ആലപിച്ചുകൊണ്ട് ജനം താഴെ നിൽക്കുന്നു. ജനം ഭ്രമിച്ചുപോയി ഈ കാഴ്ച കണ്ടപ്പോൾ. ദൈവത്തിന്റെ ആവാസം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലം കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ ഒന്നടങ്കം ദൈവമുമ്പാകെ കമിഴ്ന്നു വീണു. ഇനി ദേവാലയം കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതിമനോഹരമായിട്ട് നിങ്ങളത് ചെയ്തു. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ദൈവം തമ്പുരാന് സമർപ്പിക്കുന്നു. ഈ ഇടവകയിലെ നിങ്ങളെല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. പ്രത്യേകിച്ചും നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട വികാരിയുടെ സൂക്ഷ്മമായ നിരീക്ഷണവും നേതൃത്വ പാഠവും എല്ലാം ഈ ദേവാലയത്തിൽ കാണുന്നു. എനിക്ക് തോന്നുന്നില്ല മലങ്കര സഭയിൽ ഇത്രയും തന്നെ ഒരു പള്ളി. ഞാൻ ഒത്തിരി പള്ളികളിൽ പോകുന്നയാളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഈ സൗണ്ട് അറേഞ്ച്മെന്റ്സ് ആണ്. ഇതിന്റെ ആർക്കിടെക്ട് ആരായിരുന്നു? ഇത് ഈ മോളിൽ ഇതൊക്കെ ചെയ്തത് ഓരോരുത്തരാണ്. ആര് ചെയ്താലും എന്ത് തന്നെ ആയാലും ഇതിനൊരു സ്റ്റുഡിയോ ഇഫക്റ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ സ്റ്റുഡിയോ ഇത് ചെയ്യുന്ന സമയത്ത് ഈ വോയിസ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റുഡിയോ ഇഫക്റ്റ്. ഇവിടെ നിന്ന് കുർബാന ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമുണ്ട്. സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ഇല്ലാതെ ഞാൻ ഈ ചൊല്ലിയതൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞില്ല, നന്നായിട്ട് ക്ലിയർ ആയിരുന്നു. അത് എൻ്റെ ഗുണമല്ല, ഈ പള്ളിയുടെ നിങ്ങളുടെ അക്യൂസ്റ്റിക്സ് എന്ന് പറയും, ശബ്ദ ക്രമീകരണം വളരെ അനുഗ്രഹമായി മറ്റുള്ള പള്ളികൾക്ക് മോഡലാക്കുവാൻ തക്കവണ്ണം നല്ല ഒരു ശബ്ദ ക്രമീകരണമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ആർക്കിടെക്ചർ, ഇതിൻ്റെ വാസ്തു, ഇതിൻ്റെ ശില്പി ആരായാലും വളരെ എക്സലൻ്റ് ആയിട്ടുണ്ട്. മുന്നിലും പുറകിലും കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും നിങ്ങൾ പണിതിരിക്കുന്നതായ ആ സൗധങ്ങളെല്ലാം കലാപരമായിട്ട് തന്നെ. ചെറിയ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ആ ചെറിയ സ്ഥലത്ത് നിങ്ങൾ വലിയ ഒരു പള്ളി പണിതു. വെൽ പ്ലാൻഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മറ തുറന്നപ്പോഴായിരുന്നു. കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഈ മറ തുറന്നപ്പോൾ ഒരു വലിയ ഒരു മനസ്സിനൊരു സന്തോഷം. നിങ്ങളെ ആരും പൊക്കം പറയുന്നതല്ല. എനിക്ക് നിങ്ങളെ പൊക്കിയിട്ടൊന്നും നേടാനുമില്ല. നിങ്ങളെയല്ല പൊക്കുന്നത്, സർവശക്തനായ ദൈവത്തെയാണ് പ്രശംസിക്കുന്നത്. ഇത്രയും അനുഗ്രഹം ചെയ്തതിന് മറ വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ മധുബഹായിൽ നോക്കിയാൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വലിയ എനർജി. ഇവിടെ കർത്താവ് ഉദ്ധിതനായ കർത്താവിൻ്റെ ആ സാന്നിധ്യം ഫീൽ ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ മധുബഹ. ഇതിൽ കൊത്തിയിരിക്കുന്നതായ കൊത്തുപണികൾ, ഇതെല്ലാം
വളരെ ഒന്നിനൊന്ന് മേൽക്കുമേൽ ഇതിനു വേണ്ടി ആരെല്ലാം ഇതിനു വേണ്ടി അധ്വാനിച്ചുവോ അതിൻ്റെ ആ ശില്പികളായ എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് ഒന്നേ സർട്ടിഫൈ ചെയ്യാനുള്ളൂ, എക്സലന്റ്, നല്ല. നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്ന എൻ്റെ സുന്ദരന്മാർ സുന്ദരികൾ വന്നറിയോ? എൻ്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒത്തിരി സൗന്ദര്യം ഉണ്ടായിട്ടില്ല. ഈ മനോഹരമായ പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നിങ്ങളേക്ക് വന്നവർ എല്ലാവരും വെളുത്തായിരിക്കുന്നത്, ഒന്നാം തരം, മുഖത്തൊക്കെ ഇങ്ങനെ പ്രകാശിക്കുക. കന്യാമറിയാമിൻ്റെ ഓടടമുള്ള ഓറ പോലെ എല്ലാവരും ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അവിടെ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാം മാറും. ഞാൻ ഈ പള്ളിയുടെ ഗുണവും മേന്മയുമാണ് പറഞ്ഞത്. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വളരെ വളരെ നന്നായിരിക്കുന്നു. അതിൽ ഈ കൂദാശയുടെ ഞാൻ ഇന്നലെ ലൈവ് കാണുന്നുണ്ടായിരുന്നു. കൂദാശകളും കാര്യങ്ങളുമെല്ലാം ആദ്യത്തെ കുർബാന തന്നെ ചൊല്ലാൻ പ്രിയപ്പെട്ട അച്ഛൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ, നമ്മുടെ ഇടവകയിലെ പ്രായമുള്ള ആളുകളെ അവരെ ആദരിക്കുവാൻ ഈ പിള്ളേരൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി ഒരു സമൂഹത്തിൽ ആരും പ്രതീക്ഷിക്കരുത്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന വാത്സല്യിക്കുന്ന ഒരു തലമുറയല്ല വരുന്നത്. ഇത് ഒരു മോഡലാണ്. പ്രായമാകുമ്പോൾ വൃദ്ധാലയങ്ങളിൽ കൊണ്ടുപോയി അവിടെ തള്ളിയിടുന്നതായ ഒരു കാലയളവിൽ നമ്മുടെ മാതാപിതാക്കളെ അവർ മരിക്കുവോളം അവരെ കാത്തു സൂക്ഷിച്ച് അവരുടെ ചോരയും നീരുമൂറ്റി നമ്മൾ വലുതാക്കിയ ആ തലമുറയെ സ്നേഹിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ തന്നത്. ഈ സന്ദേശം മറ്റുള്ള പള്ളികളിലും പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ദീർഘായുസോടുകൂടി നിനക്കായിരിക്കുവാൻ തക്കവണ്ണം നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് പ്രതിജ്ഞ ചെയ്യപ്പെട്ട പ്രഥമ കൽപ്പനയാകുന്നു, ആദ്യത്തെ കൽപ്പനയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ ഇടവകയെ അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ വൃദ്ധജനങ്ങളെയും യുവാക്കളെയും യുവതികളെയും കുഞ്ഞുങ്ങളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് മനോഹരമായി നിൽക്കുന്ന സുന്ദരിയായിരിക്കുന്ന ഈ പള്ളി പോലെ തന്നെ നിങ്ങളുടെ ഹൃദയവും ദൈവം തമ്പുരാൻ പരിശുദ്ധമാക്കി സർവ്വവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്സായിൽ പറയുന്നുണ്ട്, ഈ ദേവാലയത്തിന്റെ പണിയിൽ സംബന്ധിച്ചവരും സഹകരിച്ചവരുമായ എല്ലാവരെയും അത് നിങ്ങൾ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം കിട്ടുന്നത്. കാരണം തക്സായിലുള്ളതാണ്. ഇതിനു വേണ്ടി സഹകരിച്ച സർവരെയും ദൈവം തമ്പുരാൻ എങ്ങനെ സ്ഥലം കൊടുത്തവരെ, ഇതിനു വേണ്ടി പണിതവര് എല്ലാവർക്കും ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും കൃപയും സമൃദ്ധമായി ദൈവം തമ്പുരാൻ നൽകും. ഒന്നോടെ ഞാൻ പറഞ്ഞ അടിവരയിടുന്നു. ഇത്രയും മനോഹരമായിരിക്കുന്ന, ഇത്രയും സുന്ദരമായിരിക്കുന്ന ഒരു ഇടവക, ഒരു പള്ളി ഈ അടുത്ത ഇടയ്ക്ക് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അത് പണിതതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ ആ ഫാൻ പോലും അത് തന്നെയാണ് പറയുന്നത്. ശാന്തമായി നീങ്ങുന്ന ഈ ഫാനും മനോഹരമായി എക്കോ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള മുകളിലുള്ളതായ ഇതിൻ്റെ ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം മനോഹരമായിരിക്കുന്ന ഈ ദേവാലയം മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയം പണിത നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേക പ്രിയപ്പെട്ട ജീനച്ചൻ, ദൈവികമായ കൃപകളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.